ഒരു സെയിൽസ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. റിപ്പോർട്ട്സിൽ സെയിൽസിൽ ഐറ്റം വൈസ് സെയിൽസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഐറ്റം വൈസ് നമുക്കൊരു സെയിൽസ് റിപ്പോർട്ട് എങ്ങനെ നമ്മൾ ചെയ്ത സെയിൽസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ നമുക്ക് റിപ്പോർട്ടായിട്ട് കാണാമെന്ന് നോക്കാം. റിപ്പോർട്ട്സിനകത്ത് സെയിൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ഇതിനകത്ത് കാണുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം പലതരം സെയിൽസ് റിപ്പോർട്ടുകളാണ്. ഡെയിലി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മന്ത്ലി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇയർലി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ബാച്ച് വൈസ് ഉണ്ട്, ഐറ്റം വൈസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിൽ ഞാൻ 2 റിപ്പോർട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഡെയിലി സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ന് ഒരു ദിവസം നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ബിറ്റ്വീൻ നമ്മൾ ചെയ്ത സെയിൽസിൻ്റെ ഒരു സമ്മറി റിപ്പോർട്ടാണ് ഈ വരുന്നത്. ഐറ്റം വൈസ് അല്ല, ആ ബില്ലിൻ്റെ സമ്മറി ആയിരിക്കും വരുന്നത്. ആ 2 ഡേറ്റ് സെലക്ട് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് റിഫ്രഷ് ചെയ്യുക. നമുക്കൊരു 1-ാം തീയതി മുതലെടുക്കാം. 1/8 മുതൽ ഇന്ന് വരെയുള്ള റിപ്പോർട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ 1-ാം തീയതി ഓരോ ബിൽ ഡേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ 10/8 ഒരു ബിൽ നമ്പർ ഉണ്ട്. അതിൻ്റെ എന്ത് മോഡാണ്, ക്യാഷ് ആണോ കാർഡാണോ അങ്ങനെ. ദെൻ ആരാണ് കസ്റ്റമർ, എമൗണ്ട്, ഡിസ്കൗണ്ട്, ടാക്സ് എമൗണ്ട്, ടാക്സബിൾ എമൗണ്ട്, എൻ്റെ സെസ്, അഡീഷണൽ സെസ്, KFC ഇപ്പോൾ വരുന്ന ഇല്ല, മുമ്പുണ്ടായിരുന്നതാണത്. ദെൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട്, അതർ ചാർജസ്, TCS എമൗണ്ട്, റൗണ്ട് ഓഫ്, നെറ്റ് എമൗണ്ട്, ക്യാഷ് എമൗണ്ട്, കാർഡ് എമൗണ്ട്, അതിൻ്റെ സ്പ്ലിറ്റ്. നമുക്ക് ആ ഓരോ ഐറ്റത്തിൻ്റെയും ഓരോ ബില്ലിൻ്റെയും കോമ്പിനേഷൻ എങ്ങനെയാണ് ആ പേയ്മെൻറ്റ് മോഡ് ചെയ്തതെന്നുള്ളതിൻ്റെ സ്പ്ലിറ്റപ്പാണ് വരുന്നത്. അങ്ങനെ ഓരോ ഡേറ്റും ആ ഡേറ്റിലെ ബിൽ നമ്പേഴ്സും വന്നതിന് ശേഷം താഴെ അതിൻ്റെ ടോട്ടലും വരും. ആ ടോട്ടൽസിൻ്റെ സ്പ്ലിറ്റപ്പും കൂടെ വരും. ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് കാർഡ്, UPI, ഫിനാൻസ് എന്താണ്, വാലറ്റ്, ഇതെല്ലാം ഓരോന്നിൻ്റെയും ആ ഒരു ബിറ്റ്വീൻ ഡേറ്റ്സിലുള്ള ടോട്ടൽ സെയിലുകളുടെ പേയ്മെൻറ്റ് മോഡിൻ്റെ സ്പ്ലിറ്റപ്പും കൂടെ അവിടെ കാണിക്കും. ഇതിന് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. യൂസർ വൈസ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. യൂസർ വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബില്ല് ചെയ്ത യൂസറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഈ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് കൗണ്ടർ ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് ഓരോ യൂസറും എത്ര രൂപയ്ക്കുള്ള സെയിലാണ് ചെയ്തത് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ അക്കൗണ്ട്, നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സൈ സിസ്റ്റംസിൻ്റെ മാത്രം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സൈ സിസ്റ്റം മാത്രമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് B2B, B2C അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. B2C, B2B, മെയിൻ. ഇതിൽ നമുക്ക് B2Cയും B2B മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിൽട്ടർ ചെയ്യാം. മെയിൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ പല സീരീസാണിത്. ഈ B2B, B2C, മെയിൻ എന്നൊക്കെ പറയുന്നത് ബിൽ നമ്പറിൻ്റെ ഡിഫറെൻറ്റ് സീരീസുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അങ്ങനെ എടുക്കാം. ദെൻ അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. അത് എക്സ്പോർട്ട് ചെയ്യാം, മെയിൽ ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ റിപ്പോർട്ടിൽ. ദെൻ ഐറ്റം വൈസ് നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സിനകത്ത് സെയിൽസിൽ ഐറ്റം വൈസ് സെയിൽസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് അനാലിസിസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഈ 2 റിപ്പോർട്ട് നമുക്ക് ഐറ്റം വൈസിന് യൂസ് ചെയ്യാം. നമുക്ക് സെയിൽസ് അനാലിസിസ് ഒന്ന് നോക്കാം. സെയിൽസ് അനാലിസിസ് റിപ്പോർട്ടിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് പല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ റിപ്പോർട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ 1/8 മുതൽ 13/8 വരെയുള്ള റിപ്പോർട്ടാണ് ഞാൻ നോക്കുന്നത്. റിഫ്രഷ് ചെയ്യുമ്പോൾ ഐറ്റം വൈസ് റിപ്പോർട്ട് വരും. ഓരോ ബില്ലിലും എന്തൊക്കെ ഐറ്റമാണ്, ആ കസ്റ്റമറിൻ്റെ പേരുണ്ടാവും. ആ ഒരു കസ്റ്റമർ ഒരേ ബില്ലിനകത്ത് 3 ഐറ്റം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് 3 ഐറ്റമായിട്ട് തന്നെ കാണിക്കും. ആ ഐറ്റത്തിൻ്റെ ടോട്ടൽസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കാണിക്കുക. നേരത്തെ നമ്മൾ കണ്ടത് ആ ബില്ലിൻ്റെ ടോട്ടലാണ്, ബിൽ സമ്മറിയാണ്. ഇതിൽ ഐറ്റമാണ്. ആ ഐറ്റത്തിൻ്റെ കാറ്റഗറി, അത് അതിൻ്റെ റൂട്ട്, ക്ലാസ്, ഏത് സെയിൽസ്മാനാണ്, അതിൻ്റെ ബാച്ച് നമ്പർ എന്താണ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. ഇതിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ പേര് വെച്ച് ഫിൽട്ടർ ചെയ്യാം, കസ്റ്റമറിൻ്റെ പേര് വെച്ച് ഫിൽട്ടർ ചെയ്യാം, കാറ്റഗറി വെച്ച് ഫിൽട്ടർ ചെയ്യാം, സെയിൽസ്മാൻ വെച്ച് ഫിൽട്ടർ ചെയ്യാം, ലൊക്കേഷൻ വെച്ച് ഫിൽട്ടർ ചെയ്യാം. പിന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ റൂട്ടിൽ നടന്ന സെയിൽസിൻ്റെ ഐറ്റംസ്, ദെൻ ക്ലാസ്, അങ്ങനെ സെപ്പറേറ്റ് അതിലൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. പലരും ഇതിൽ സെയിൽസ്മാൻ്റെ പേര് വെച്ചിട്ട്, സെയിൽസ്മാൻ്റെ എല്ലാ റൂട്ടിൽ പോകുന്ന ആളുടെ പേരൊക്കെ വെച്ചിട്ട് ഫിൽട്ടർ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാം. ദെൻ പ്രൈസിങ്, നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസിങ് പ്രീസെറ്റ് ചെയ്ത് വെക്കാം. അതിലിപ്പോൾ P1, P2, P3 അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ P3 പ്രൈസിങ്ങിൽ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം. ദെൻ ബ്രാൻഡ് വൈസ്, റേറ്റ് ടൈപ്പ് വൈസ് എന്ന് പറഞ്ഞാൽ B2C മാത്രം, B2B മാത്രം അങ്ങനെ സെർച്ച് ചെയ്യാം. ദെൻ ബിൽ ടൈപ്പ് വൈസ് എന്ന് പറയുന്നത് ക്യാഷ്, ക്രെഡിറ്റ് കാർഡ്,
അതിനെ ബേസ് ചെയ്ത്. അപ്പം നമ്മൾ സെയിൽസ് വിൻഡോയിൽ എന്തെല്ലാം ഓപ്ഷൻസ് കൊടുത്ത് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുമോ ആ ഓപ്ഷൻസ് എല്ലാം ഉപയോഗിച്ച് നമുക്കിവിടെ ഫിൽട്ടർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഒരു റിപ്പോർട്ടും കൂടെ നമുക്ക് നോക്കാം. അതാണ് ഐറ്റം വൈസ് സെയിൽസ് രജിസ്റ്റർ എന്ന് പറയുന്ന റിപ്പോർട്ട്. അത് 2 ഓപ്ഷനുണ്ട്. ഐറ്റം വൈസ് സെയിൽസ് രജിസ്റ്റർ ബില്ല് വൈസും ഉണ്ട്, ഐറ്റം വൈസ് സെയിൽസ് രജിസ്റ്ററും ഉണ്ട്. നമുക്ക് ബിൽ വൈസ് എടുക്കാം. ബിൽ വൈസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ആ റിപ്പോർട്ട് വരുന്നത്. ഇതിനകത്ത് ആ ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൻ്റെ അകത്തുള്ള ആ ബില്ല്, പിന്നെ ആ കസ്റ്റമർ നെയിം, ആ കസ്റ്റമർ എടുത്ത സാധനങ്ങളുടെ ഒരു സമ്മറി, അതിൻ്റെ ബിൽ ടോട്ടൽ, അന്ന് വേറെ സെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിൽസും കൂടെ ചേർത്തിട്ടുള്ള ഡേറ്റ് ടോട്ടലും വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിൽ നോക്കാം. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആകുമ്പോൾ 13/8 ഒരു ബില്ലടിച്ചു. ആ ബില്ലിനകത്ത് എടുത്ത ഐറ്റം ഇതാണ്. ആ ബില്ലിൻ്റെ ടോട്ടൽ ഇതാണ്. അടുത്ത ഒരു ഐറ്റം, അടുത്ത ഒരു ബില്ല്, ആ ബില്ലിനകത്ത് ഒരു ഐറ്റം, അതിൻ്റെ ബിൽ ടോട്ടൽ. ഇപ്പോൾ 2 ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ 2 ഐറ്റം കാണിച്ചേനെ ആ ബിൽ ടോട്ടൽ. ദെൻ അടുത്തത് വീണ്ടും അടുത്ത ബില്ല്. ഇത് ഈ 13-ാം തീയതി തന്നെ ചെയ്തിരിക്കുന്ന 3 ബില്ലുകളാണ്, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ദെൻ ആ ഡേ ടോട്ടൽ എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ ഡേ ടോട്ടൽ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനകത്ത് കംപ്ലീറ്റ് സമ്മറിയും നമുക്കൊന്ന് കൺസോളിഡേറ്റഡ് ആയിട്ടൊരു സമ്മറി ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ വിവിധ തരം റിപ്പോർട്ടുകളുണ്ട് സെയിൽസിനകത്ത്. അത് ബാച്ച് വൈസ് കൺസോളിഡേറ്റഡ് സെയിൽസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഓരോന്നും ബാച്ച് തിരിച്ച് നമുക്കറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ സെയിൽസിൻ്റെ ഡ്യൂ ഡേറ്റ് ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്, സെയിൽസിൻ്റെ അനാലിസിസ്, അത് നമ്മൾ കണ്ടതാണ്. കാറ്റഗറി വൈസ് സെയിൽസ്, കൺസോളിഡേറ്റഡ് ഐറ്റം വൈസ് സെയിൽസ്, ഇയർലി സെയിൽസ്, മന്ത്ലി സെയിൽസ്. അപ്പോൾ ഇയർലി സെയിൽസ്, മന്ത്ലി സെയിൽസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം സെയിൽസിൻ്റെ സമ്മറി ഉണ്ടാവും. ഇത് ഞാൻ ഓരോ റിപ്പോർട്ടായിട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന 2 റിപ്പോർട്ടുകളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.